ഇടുക്കി ആനയിറങ്കൽ ജലാശയത്തിൽ രണ്ടുപേരെ കാണാതായതായി സംശയം. രാജകുമാരി സ്വദേശികളായ ജെയ്സൺ, ബിജു എന്നിവരെയാണ് കാണാതായതായി സംശയിക്കുന്നത്. ഡാമിന്റെ സമീപത്ത് നിന്ന് ഫോണും വാഹനവും കണ്ടെത്തി. ആൽവിൻ തോമസ് ഉണ്ട്. ആൽവിൻ, വിവരങ്ങൾ എന്തൊക്കെയാണ് ലഭിക്കുന്നത്? പറയൂ. 3 മണിയോടുകൂടിയാണ് ഈ ഇരുവരെയും കാണാതാകുന്നത്. ആനയിറങ്കൽ ഡാമിൽ ഇവർ കുളിക്കാൻ ഇറങ്ങിയതാകാമെന്നൊരു സംശയമാണ് ഇപ്പോൾ നിലവിലുള്ളത്. രാജകുമാരി സ്വദേശികളായ രണ്ടുപേരെയാണ് ഇന്നലെ വൈകിട്ട് മുതൽ കാണാതായിട്ടുള്ളത്. രാജകുമാരി ഗ്രാമപഞ്ചായത്ത് മെമ്പറാണ് ഒരാൾ. മഞ്ഞക്കുടി സ്വദേശി ജെയ്സൺ, ബിജു മോളക്കുടി എന്നിവരാണ് കാണാതായിട്ടുള്ളത്. ഇവർ രണ്ടുപേരുമാണ് ഇവിടെ കാണാതായിട്ടുള്ളത് എന്നുള്ളതാണ് സംശയം നിലനിൽക്കുന്നത്. കാര്യം ഈ ജലാശയത്തിനോട് ചേർന്ന് തന്നെ വാഹനവും അതോടൊപ്പം തന്നെ ഫോണും ഇവരുമായി ബന്ധപ്പെട്ട ഫോണും ഒക്കെയും ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ തന്നെ ആകാമെന്ന നിലയിലാണ് സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ തെരച്ചിൽ നടത്തുന്നത്. രണ്ടുപേരെയും ഇവിടെ കാണാനില്ല എന്നുള്ള ഒരു കാര്യം കൂടി അവർ വീട്ടുകാർ സ്ഥിരീകരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരാകാം ഈ ആനയിറങ്കൽ ഡാമിൽ ഇറങ്ങിയത് എന്നുള്ളൊരു അനുമാനത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഫയർഫോഴ്സും അടക്കമുള്ള സംവിധാനങ്ങൾ തെരച്ചിൽ നടത്തുന്നത്. ഫയർഫോഴ്സിന്റെ 2 യൂണിറ്റുകൾ എത്തി ഇപ്പോൾ തെരച്ചിൽ നടത്തുകയാണ്. ഇപ്പോഴും ഇവരെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല. ഇവർ കുളിക്കാൻ ഇറങ്ങിയതാകാം, അപകടം സംഭവിച്ചിട്ടുണ്ടാകുമോ എന്നുള്ളൊരു സംശയമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഇന്നലെ 3 മണിയോടുകൂടിയാണ് കാണാതായത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. ഇത്രയും മണിക്കൂറായി ഇവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇവരെ കുറിച്ച് വിവരവും ഇല്ലതാനും. അതുകൊണ്ട് തന്നെയാണ് പോലീസും ഫയർഫോഴ്സും അടക്കമുള്ള ആളുകൾ ഇപ്പോൾ ആനയിറങ്കൽ ഡാമിലെ സംഭവ സ്ഥലത്തെത്തി പരിശോധനകൾ തുടരുന്നത്. ആരുണ്യൻ, അതാണ് സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ തിരച്ചിൽ ഊർജിതമായി പുരോഗമിക്കുകയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു ആൽവിൻ തോമസ്.